അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മക്കളെ, 3-ാം ക്ലാസ്സിലെ ദുറൂസിലെ 1-ാം പാർട്ട് അവസാനത്തെ 20-ാമത്തെ പാഠം അള്ളാഹുവിനെ കബൂലാക്കണേ അള്ളാഹ്. ഫുർസത്തുൻ സഈദ, ഫുർസത്തുൻ സഈദ, കണ്ടുമുട്ടിയതിൽ സന്തോഷം എന്നാണ് ഇപ്പോൾ അറബി പറയുന്ന അർത്ഥം. നല്ലൊരു അവസരം എന്നാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. പക്ഷേ ഇപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അറബി പറയും ഫുർസത്തുൻ സഈദ പറഞ്ഞാൽ കണ്ടുമുട്ടിയതിൽ സന്തോഷം എന്നാണ് കേട്ടോ. ഇബ്രാഹിം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അബ്ദുല്ലാഹു അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ എഴുതിയപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇബ്രാഹിം മൻ ഹാദ, ഇതാര. മൻ ഹാദ, ഇതാര. ഇബ്രാഹിം ഇതാരാണ് കേട്ടോ. അബ്ദുല്ല ഹാദാ സ്വദീഖി, ഇത് എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ കൂട്ടുകാരനാണ്. മസ്മുഹു ഇബ്രാഹിം, മസ്മുഹു അവൻ്റെ പേരെന്താണ്? അബ്ദുല്ല. ഇസ്മുഹു അബൂബക്കർ ഹുവ ത്വബീബുൻ, അവൻ്റെ പേര് അബൂബക്കർ എന്നാണ്, അവൻ ഒരു ഡോക്ടറാണ്. ഇവിടെ കണ്ടെങ്കിൽ ഇസ്മുഹു എന്നാണ് പറഞ്ഞത്. അതെന്താണ്? മുദക്കറായതുകൊണ്ട്, പുരുഷനായതുകൊണ്ടാണ് ഇസ്മുഹു. ഇവിടെ പിന്നെ പെണ്ണാണെങ്കിൽ ഇസ്മുഹ എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഹുവ ത്വബീബുൻ, അവൻ ഡോക്ടറാണ്. ഇതൊരു പെണ്ണാണെങ്കിലോ അവൾ ഡോക്ടറാണെന്ന് പറയും. അബ്ദുല്ല പറയല്ലേ അവരെ പറ്റിയിട്ട് അവൻ്റെ ചങ്ങാതി അബൂബക്കറിനെ പറ്റി. അബൂബക്കർ പുരുഷനും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ ഈ പാഠം കൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം. ഇബ്രാഹിം മർഹബൻ യാ അബൂബക്കർ കൈഫൽ ഹാൽ, സ്വാഗതം അബൂബക്കർ, സുഖം തന്നെയല്ലേ? അബൂബക്കർ ബിഖൈർ അൽഹംദുലില്ലാഹ് അന സഈദുൻ ബിമഅരിഫതി. അബൂബക്കർ പറയാ സുഖമാണ്, അല്ലാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്, താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അന സഈദുൻ, എനിക്ക് സന്തോഷമുണ്ട്. ബിമഅരിഫതിക, തങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. ഇബ്രാഹിം ഫുർസത്തുൻ സഈദ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം, നിങ്ങൾക്ക് സമാധാനവും അല്ലാഹുവിൻ്റെ കാരണവും ഉണ്ടാകട്ടെ. അബൂബക്കറും അബ്ദുല്ലയും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. അപ്പോൾ അതാണ് കഴിഞ്ഞു. ഇത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കട്ടോ. ഇനി തെദ്രീബാത്താണ്, വായിച്ച് മനസ്സിലാക്കാനാണ്. ത്വബീബുൻ ഡോക്ടറുൻ, സഈദുൻ സന്തുഷ്ടൻ, ബിമഅരിഫതിക നിങ്ങളെ പരിചയപ്പെട്ടതിൽ, മർഹബൻ സ്വാഗതം, ഫുർസത്തുൻ അവസരം, സഈദുൻ നല്ല. ഇതൊക്കെ ചാടിപ്പോയില്ല ഇവിടുന്ന് അങ്ങോട്ട്. ശരിയായില്ലേ? എല്ലോപ്പായില്ലേ? ഇനി പറയാൻ പോണത് എന്താണ്? നമുക്കൊരു ചർച്ച ഉണ്ടാക്കാൻ, സംഭാഷണേ. നമ്മൾ പേര് മാത്രമേ പുസ്തകത്തിലുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കണം നമ്മൾ. അപ്പോൾ കോപ്പി അടിച്ചാൽ മതി. കേട്ട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആയിഷ പറയുകയാണെ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ ഫാത്തിമയ്ക്ക് മൻ ഹാദിഹി, പെണ്ണല്ലേ, ഓളെ കൂടെ ഉണ്ട്. ആയിഷാൻ്റെ കൂടെ ഒരാളുണ്ട്, പെണ്ണല്ലേ ഉണ്ടാവുള്ളൂ, പെണ്ണിൻ്റെ കൂടെ. അവൻ മൻ ഹാദിഹി ചോദിച്ചു. നേരത്തെ മൻ ഹാദ ചോദിച്ചു, ഇത് പെണ്ണ. മൻ ഹാദിഹി, ഇതാരാ പെണ്ണെ? ആയിഷ പറയാ ഹാദിഹി സ്വദീഖത്തി, ഇതിൻ്റെ കൂട്ടുകാരിയാണ്. കണ്ടോ, സ്വദീഖത്തി എന്ന് പറഞ്ഞ, സ്വദീഖ് പറഞ്ഞ കൂട്ടുകാരൻ, സ്വദീഖത്ത് പറഞ്ഞ കൂട്ടുകാരി. മസ്മു ഫാത്തിമ, മസ്മുഹ അല്ല, മസ്മുഹു എന്ന് വെച്ച് ആണായപ്പോൾ. ഇത് പെണ്ണായപ്പോൾ മസ്മുഹ, ഹൂ എന്നല്ല ഹ, പെണ്ണായപ്പോൾ. നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും ആണുങ്ങളെ പേര് വയ്ക്കുമ്പോൾ. അബൂബക്കർ എന്ന് പറയാം, റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു. ഫാത്തിമ നമ്മൾ പറയാം റളിയല്ലാഹു അൻഹാ. അപ്പോൾ ആരെങ്കിലും ഫാത്തിമ എന്ന് വെക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞ എല്ലാവരും മുഖത്തിന് നോക്കൂ അല്ലേ, എന്താടാ പറ്റി ചോദിച്ചു. അത് തന്നെയാണ്. അപ്പോൾ ആണാവുമ്പോൾ ഹൂ എന്ന് പറയും, പെണ്ണാവുമ്പോൾ ഹ എന്ന് പറയും. അതേപോലെ തന്നെ പറയും കുറേയുണ്ട്. സ്വദീഖ് ചങ്ങാതി, സ്വദീഖത്ത് കൂട്ടുകാരി കേട്ടോ.
ആയിഷ പറയും ഇസ്മുഹാ സൽമ. ഓ എൻ്റെ കൂട്ടുകാരൻ്റെ പേര് സൽമയാണ്. വഹിയ തൊബീബ, അവൾ ഡോക്ടറാണ്. ഞങ്ങൾ 3ാം ക്ലാസ്സിലെ കുട്ടികളെ അതേ വാക്കുകൾ കൊടുത്തു കേട്ടോ. അത് തൊബീബ് എന്നാ പറഞ്ഞത് പുരുഷനായപ്പോഴേ. പെണ്ണല്ലേ സൽമ, പെണ്ണല്ലേ മക്കളെ. അപ്പോൾ എന്താ പറഞ്ഞത്? തൊബീബത്തുൻ, തൊബീബത്തുൻ, തൊബീബ എന്നാ പറയാം, തൊബീബത്തുൻ. ഫാത്തിമ മർഹബൻ യാ സൽമ കൈഫൽ ഹാൽ. സ്വാഗതമുണ്ട് സൽമ, എന്താ വിശേഷം? സൽമ ബിഖൈർ അൽഹംദുലില്ലാഹ്. അന സഈദുൻ ബിമഅരിഫതിക, നിങ്ങളെ പരിചയപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, സുഖമാണ്. നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ പുസ്തകത്തിലുള്ളത് പോലെ അങ്ങോട്ട് എഴുതാനാണ്. പുസ്തകത്തിലുള്ളത് പോലെ അങ്ങോട്ട് എഴുതുക. മുഹമ്മദുൻ അവിടെ നേരെ ഫാത്തിമ എന്നുണ്ട്. ഈ മുഹമ്മദുൻ പറയണേ, മുഹമ്മദ് പറയുന്നത് അന സഈദുൻ ബിമഅരിഫതിക. ഇനി ഫാത്തിമ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? ഫാത്തിമ പെണ്ണുകുട്ടിയല്ലേ, അപ്പം എന്താ പറയുക? അന സഈദത്തുൻ ബിമഅരിഫതികി. പെണ്ണോട് പറയുമ്പോഴേ അന സഈദത്തുൻ ബിമഅരിഫതികി. ഇനി അബൂബക്കർ പറയാണ്, അപ്പം എന്താ പറയുക? അന സഈദുൻ ബിമഅരിഫതിക. ആയിഷ പറയാണ് അന സഈദത്തുൻ ബിമഅരിഫതിക. ഫാത്തിമ ആയിഷ ഒരേമാതിരിക്കാ പറയാം, രണ്ട് പെണ്ണുങ്ങളായതുകൊണ്ട്. മുഹമ്മദ് അബൂബക്കറും പുരുഷന്മാരെ അപ്പം അങ്ങനെ പറയാം. പെണ്ണാകുമ്പോൾ കീ എന്നാ പറയാം. നമ്മൾ ഇയാൾക്ക് അറിയും, ആണാകുമ്പോൾ ഇയാൾക്ക് അറിയും, പെണ്ണാകുമ്പോൾ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പഠിച്ചണം, നല്ല കുട്ടികളായിട്ട് പഠിക്കണം കേട്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി രണ്ടാമത്തെ വർക്ക് പറഞ്ഞത് എന്താ വെച്ചാൽ, എൻ്റെ കുട്ടിക്ക് രണ്ടാമത്തെ വർക്ക് എന്താ പറഞ്ഞത് എന്താ വെച്ചാൽ, മുഹമ്മദ് എന്താ പറഞ്ഞു? മുഹമ്മദ് മർഹബൻ യാ അലീം. ഇങ്ങനെ അബു കൂടുമ്പോൾ എങ്ങനെ പറയാം? മർഹബൻ യാ അബൽ ഹസൻ. ജാബിർ മർഹബൻ യാ മുഹമ്മദ്, മർഹബൻ യാ അബാ റഷീദ്. ഇവിടെ റഷീദ് ഉണ്ട് പുസ്തകത്തിൽ കേട്ടോ. ഫാത്തിമ മർഹബൻ യാ ആയിഷ, മർഹബൻ യാ സൈനബു. ഉണ്ടോ? പെണ്ണോട് പറയുമ്പോൾ എങ്ങനെ പറയാം, ആണിനോട് പറയുമ്പോൾ എങ്ങനെയാണ് പറയാം കേട്ടോ. അതേമാതിരി പറയാം. പ്രത്യേകിച്ചൊന്നും പറയാം. ആണ് പറയും മർഹബൻ മർഹബൻ അല്ലേ. ഓക്കെ. ഇനി അടുത്തത് ഇനി പറയുന്നതാണ്. ഇനി പറയാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാരണം താജിർ, മുഹന്ദിസ, മുഅല്ലിമ, മുഅല്ലിമുൻ, ത്വാലിബ്, കാത്തിബ അല്ലേ. അപ്പം നമ്മളിവിടേക്ക് എന്ത് ചെയ്യണം? ഈ ഹുവയും ഹിയും ചേർത്ത് പറയണം. മനസ്സിലായോ? താജിറിൻ്റെ കൂടെ ഹുവൻ്റെ കൂടെ താജിർ ചേർക്കണം, ഹിയൻ്റെ കൂടെ താജിർ ചേർക്കണം. അപ്പോൾ എന്താ പറയുക? ഹിയ പെണ്ണിന് വേണ്ടി പറഞ്ഞ വാക്കാ, അപ്പോൾ താജിറത്തുൻ എന്നറിയണം. ഹുവ എന്നുള്ള ആണിന് വേണ്ടി പറയുമ്പോൾ താജിറുൻ. അപ്പോൾ ഈ താജിർ ഇവിടെ താജിർ പറയും, ഇവിടെ പറയുമ്പോൾ താജിറത്തുൻ എന്നറിയും, ഇവിടെ മുഹന്ദിസുൻ എന്നറിയും, മുഹന്ദിസത്തുൻ എന്നറിയും. മനസ്സിലാണ്ടോ? എഞ്ചിനീയർ. മുഅല്ലിമുൻ, മുഅല്ലിമത്തുൻ. ചുരുക്കി പറഞ്ഞാൽ ഹുവ പറഞ്ഞാൽ മുദക്കറായിട്ടും ഹിയ പറഞ്ഞാൽ സ്ത്രീലിംഗായിട്ടും കൊണ്ടുവരണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒക്കെ മനസ്സിലായിട്ടില്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായിക്കണേ. അത് നല്ല കുട്ടികളാണ്, 3ാം ക്ലാസ്സിലെ കുട്ടികളല്ലേ. അള്ളാഹുവേ, തെറ്റൊന്നും വരാത്തൊരു പ്രായമാണ്. കുറച്ചൊരു കഴിഞ്ഞ പ്രായപൂർത്തിയായി തെറ്റായി കുറ്റായി. ഇപ്പം നിങ്ങൾ പൊന്നും കുട്ടികളാണ്, നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്സൊക്കെ നല്ല ഭാഗ്യമുള്ള കുട്ടികളാണ്. അള്ളാഹു നല്ല ബുദ്ധി തരട്ടെ, നല്ല ആരോഗ്യം തരട്ടെ. ഒരുപാട് അള്ളാഹുവിൻ്റെ ഇൽമ പഠിച്ച് വലിയ സ്ഥാനത്ത് അള്ളാഹു എത്തിക്കട്ടെ. പഠിച്ച റബ്ബെ നീ സ്വീകരിക്കണേ റബ്ബെ. എൻ്റെ പൊന്നുമക്കളെ നീ കബൂലാക്കണേ അള്ളാഹ്. റബ്ബെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി തരണേ അള്ളാഹ്, ഓർമ്മശക്തി തരണേ അള്ളാഹ്. ഇതിന് അവസാനം ദുആണ്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നിൻ്റെ ഇഷ്ടത്തിലായി ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവർക്കുള്ള രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്.
നല്ല നല്ല ഉദ്ദേശങ്ങളൊക്കെ ഹാസിലായി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും തരണേ അല്ലാ. നല്ല മക്കളാക്കണേ അല്ലാ. നല്ലവരാക്കണേ അല്ലാ. നല്ലവരാക്കണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.